ഹേ ഗായ്സ് അസ്സാം വലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. കുറേ കാലമായി ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. കുറേ കാലം എന്ന് വെച്ചാൽ ഒരു 3-4 മാസം ഉണ്ടാവും ഇനി എടുത്ത് വെച്ചിട്ട്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാതിരിക്കണതാണ്. നമുക്ക് ഇന്ന് രാവിലെ ചായക്കടി ഉണ്ടായിരുന്നത് പുളിദോശയും പിന്നെന്താ ചട്നിയും ഇതൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകാനുള്ള തിരക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒക്കെ കഴിച്ച് കുളിച്ച് മാറി പോവാൻ നോക്കി. താത്താൻ്റെ കുട്ടിയാണ്. ഹായ് പറഞ്ഞേ, ഹായ് പറയ്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കോളേജിലത്തെ ഫ്രണ്ട്സ് എന്ന് പറയണത്. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫോണും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അപ്പോൾ ക്ലാസ്സിലുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അപ്പുറത്തൊരു മോളുണ്ട്, അവിടെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ഇതേം പറഞ്ഞില്ലേ 3-4 മാസങ്ങൾക്ക് മുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നേരെ ഫുഡ് കഴിച്ച് എന്നിട്ട് എനിക്കൊരു സാധനം കൊറിയർ അയക്കാണ്ടെന്ന്. അപ്പോൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകാൻ നോക്കി. ഈ 3 നമുക്കിന്ന് ഡെലിവറി അയക്കാനുള്ളത്. അടിയിരിക്കണ വന്നിട്ട് ട്രിവാൻഡ്രത്തേക്കുള്ളതാണ്. 2 A3 ഫ്രെയിമാണ്, 2 ഉണ്ട്. പിന്നെ അതിന് കുറച്ച് മുകളിൽ ഇരിക്കണത് തമിഴ്നാട്ടിലേക്കുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഒരു A5 ഫ്രെയിമാണ്. പിന്നെ 2 ഫ്രെയിം വന്നിട്ട് ഒന്ന് A3 വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനുള്ളതാണ്, അത് അവൻ മേടിക്കാൻ വരും. മറ്റേത് വന്നിട്ട് എടപ്പാൾക്ക് എത്തിക്കാനുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഇത് 3 ഡെലിവറി അല്ല, നമുക്ക് കൊറിയർ അയച്ചിട്ട് വരാം. ഓക്കെ. പിന്നെ നേരെ ഞാൻ കൊറിയർ അയക്കാൻ പോയി. എൻ്റെ ഫ്രണ്ടിനെ ഇട്ടാണ് ഞാൻ പോയത്. സാധാരണ ഞാൻ പെരുമ്പിലാവിൽ നിന്നാണ് കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കാറ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഞാൻ ഫ്രെയിമും കാര്യങ്ങളൊക്കെ പൊട്ടലൊക്കെ വന്നു. അതിന് ശേഷം ഞാൻ പിന്നെ ചങ്ങനംകുളത്ത് നിന്ന് അയക്കുക. അവരാണെച്ചെങ്കിൽ ഇപ്പോൾ ഇന്ന് കൊണ്ടുപോയി കൊടുത്താൽ നാളെ അവിടെ എത്തണ രീതിക്കായിട്ട് അങ്ങനെ പെട്ടെന്ന് സ്പീഡിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയക്കും. പിന്നെ നല്ല സേഫായിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലൊക്കെ ഇട്ടാറ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇവിടെ നിന്നാണ് ഇപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കാറ്. അങ്ങനെ കൊറിയർ അയക്കലൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു ഫ്രെയിം പൊട്ടി. ആ ഫ്രെയിം പൊട്ടിയപ്പോൾ അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഞാൻ പോയി. അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്കൊരു സാധനം വീഡിയോ എടുക്കാണ്ടായിരുന്നു. അത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇത്രയുള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു.